പാലകൻ നീയേ വിമോചകൻ നീയേ നാഥ പ്രിയതൻ പാലകൻ നീയേ എൻ കരബലമെന്നും നീയേ എന്നാശ്രയമെന്നും നീയേ എൻ കരബലമെന്നും നീയേ എന്നാശ്രയമെന്നും നീയേ തളരുമ്പോഴത്താണിയും നീയേ വിമോചകൻ നീയേ നാഥ മിഴികൾക്കുമിഴിവായി നീ വന്നു ആഴിക്കുമേലെ നീ നടന്നു മിഴികൾക്കുമിഴിവായി നീ വന്നു ആഴിക്കുമേലെ നീ നടന്നു ആശ്വാസകൃപയാം നീ അരികിലെങ്കിൽ അസാധ്യമായതൊന്നുമില്ല ആശ്വാസകൃപയാം നീ അരികിലെങ്കിൽ അസാധ്യമായതൊന്നുമില്ല വിമോചകൻ നീയേ നാഥ വിലങ്ങുകൾ തകർത്തിടും വിമോചകൻ ബന്ധനം അകറ്റിടുന്ന ബന്ധുവും നീ വിലങ്ങുകൾ തകർത്തിടും വിമോചകൻ ബന്ധനം അകറ്റിടുന്ന ബന്ധുവും നീ വീരയോദ്ധാവായി ചാരയെങ്കിൽ നീ വിജയം വിജയം പാരിലെ ജീവിതം വീരയോദ്ധാവായി ചാരയെങ്കിൽ നീ വിജയം വിജയം പാരിലെ ജീവിതം എക്സ്ക്യൂസ് മീ, ബിഷപ്പ് തിരുമേനിയില്ലേ? ആരാ? ഞാൻ വിമൽ വിക്ടർ. പിതാവിനെ നേരത്തെ വിളിച്ചിരുന്നു. ശരി, ഇരിക്കൂ, ഞാനൊന്ന് വിളിക്കട്ടെ. ആ, ഹലോ ഹലോ ജോസച്ച, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഓ ശരി. വിമൽ സാർ, ആ, പിതാവ് മോളിലത്തെ നിലയിലുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. താങ്ക്സ്. ശരി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ വിമൽ വിക്ടർ. ആ, സുഖം തന്നെയല്ലേ? സുഖം. വരൂ, നമുക്ക് മുറിയിലേക്ക് ഇരിക്കാം. വാ, അങ്ങോട്ട് ഇരുന്നാട്ടെ. താങ്ക് യു. വിമൽ വിക്ടർ. അതെ, ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു അവാർഡ് എന്തോ കിട്ടിയിട്ടുണ്ട്. ഞാൻ പത്രത്തിൽ വായിച്ചായിട്ട് ഓർക്കുന്നു. എന്തായിരുന്നു അത്? അതൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു പിതാവേ, ഓ, പരിസ്ഥിതിയെക്കുറിച്ച്. പുഴകൾ മലിനപ്പെടുന്നതും ശുദ്ധജലത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചൊക്കെ ആയിരുന്നു അത്. യെസ് യെസ്, ഞാനിപ്പോൾ ഓർക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? മിഷണറിമാരെക്കുറിച്ച്, പ്രത്യേകിച്ച് ഫാദർ ടഫ്രേലിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്നുണ്ട്. വടക്കേ മലബാറിലെ ദളിതരുടെ ഇടയിൽ വലിയ സാമൂഹ്യ പരിവർത്തനം സൃഷ്ടിച്ച മഹാനാണല്ലോ അദ്ദേഹം. യെസ്, തീർച്ചയായും. പക്ഷേ ഫാദർ ടഫ്രേലിന് മുൻപ്
ഫാദർ പീറ്റർ കൈറോണിയാണ് ഇവിടെ വന്നത്. അത് പക്ഷേ കെറോണയും മഹാനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. കൂടുതൽ പഠിച്ചതിന് ശേഷം ബൃഹത്തായ രീതിയിൽ ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്യാം. അത് നല്ലത് തന്നെ. ഫാദർ കൈറോണി ചിറക്കൽ മേഖലയിൽ സാമൂഹ്യ പരിവർത്തനം സൃഷ്ടിച്ച വന്യ പുരോഹിതനാണ്. അതെ, 80 വർഷങ്ങൾക്ക് മുൻപ് അഭയവും ആശ്രയവും നഷ്ടപ്പെട്ട ഒരു ജനതയെ മനുഷ്യരാക്കി മാറ്റിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. തിരുവിതാംകൂറിൽ അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും പൊയ്കയിൽ യോഹന്നാനുമൊക്കെ ആയിരുന്നല്ലോ ദളിത് വിമോചകരായി അറിയപ്പെട്ടിരുന്നത്. അതെ, വടക്കേ മലബാറിൽ ദളിതർക്ക് വേണ്ടി പ്രവർത്തിച്ചവരിൽ പ്രധാനിയാണ് ഫാദർ പീറ്റർ കൈറോണി. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് വന്ന നിരവധി മിഷണറിമാരുണ്ട്. ഫാദർ ജോസഫ് ടഫറേൽ, ഫാദർ മൈക്കിൾ വെൻട്രമൻ, ഫാദർ അലോഷ്യസ് ഡെൽസോത്തോ, ഫാദർ ജെയിംസ് പൊന്തനാനി, മദർ സാല, ബിഷപ്പ് പത്രോണി, ഫാദർ സൂക്കോൾ, അങ്ങനെ നിരവധി പേർ. ഞാൻ കേട്ടിട്ടുണ്ട്. അതെ വിമൽ, എനിക്ക് 10 മണിക്കൊരു പ്രോഗ്രാമുണ്ട്. ഞാൻ സെക്രട്ടറി അച്ഛനോട് പറയാം. താങ്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തരും. എന്താ? ജോസഫ് അച്ഛാ, ഫ്രീ ആണോ? ഒന്ന് താഴത്തേക്ക് വരാമോ? ശരി ശരി, ഓക്കെ. വിമൽ, എത്ര ദിവസം ഇവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്? തീരുമാനിച്ചില്ല. ജോസഫ് അച്ഛാ, ഇത് വിമൽ വിക്ടർ, പ്രസിദ്ധനായൊരു സംവിധായകനാ. നമ്മുടെ ടഫ്രിൽ അച്ഛനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ വന്നിട്ടുള്ള സംവിധായകനാ. അദ്ദേഹത്തിന് നമ്മൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ശരി പിതാവേ. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട്. എന്നാൽ ശരി വിമൽ വിക്ടർ. സോ ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക്സ് പിതാവേ. പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്. സാർ, യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. നന്നായി ഉറങ്ങി. കണ്ണൂരിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഉണ്ട്, 1-2 തവണ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്. എങ്കിലും കണ്ണൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളെ ഒന്ന് വിശദമായി പരിചയപ്പെടണം. ടഫ്രേൽ അച്ഛനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതല്ലേ? അച്ഛൻ പ്രവർത്തിച്ച മേഖലകളൊക്കെ വിശദമായിട്ട് പഠിക്കണം. പിന്നെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. ഞാൻ എങ്ങനെയാണ് സാറിനെ സഹായിക്കേണ്ടത്? ടഫ്രേൽ അച്ഛൻ സേവനമനുഷ്ഠിച്ച ഇടവകകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന വ്യക്തികളെക്കുറിച്ചും അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെയെങ്കിൽ ഞാൻ ശബരി സാറിനെ പരിചയപ്പെടുത്താം. അദ്ദേഹം മാതൃരാജ്യം പത്രത്തിൽ ടഫ്രേൽ അച്ഛനെക്കുറിച്ചൊരു ഫോട്ടോ ഫീച്ചർ ചെയ്തിരുന്നു. അത് വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട്? അദ്ദേഹം ഇപ്പോൾ മാടായി പാറയുടെ ചരിത്രപരതയെക്കുറിച്ചുള്ള എന്തോ വർക്കിലാണ്. എന്ത് വർക്ക്? അതൊന്നും അറിയില്ല. ഇപ്പൊ പത്രമൊക്കെ ഉപേക്ഷിച്ച് ഫ്രീലാൻസ് ആണ്. മൂപ്പരുടെ ആരും ഒന്നും പറയാൻ പറ്റില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ശബരി സാറല്ലേ? അതെ, ഞാൻ തന്നെ, ഫാദർ ജോസഫ്. എവിടെയുണ്ട്? ഞാൻ ഒരാളെ അങ്ങോട്ടേക്ക് അയക്കാം. ഒരു സംവിധായകനാണ്. അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം. വിശദാംശങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കാം. ശരി. അദ്ദേഹം മാടായിപ്പാറയിൽ തന്നെയുണ്ട്. വഴി അറിയാമോ? ചോദിച്ചു പോ. ടൗണിൽ നിന്നും വളവട്ടണം വഴി പഴയങ്ങാടിയിലേക്ക്. അവിടെ തന്നെയാണ് മാടായിപ്പാറ. കാണേണ്ട സ്ഥലം തന്നെയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുതേ. താങ്ക്സ് എ ലോട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വിമലല്ലേ? അതെ അതെ. ബിഷപ്പ് ഹൗസിൽ നിന്ന് വിളിച്ചിരുന്നു. വിശാലമായ ഈ സ്ഥലത്ത് താങ്കൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചു പോയി. ഞാൻ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദൂരെ എങ്ങും പോയില്ല. മാതൃരാജ്യം പത്രത്തിലായിരുന്നില്ലേ? പത്രമൊക്കെ ഉപേക്ഷിച്ചോ? അത് ഞാൻ ഉപേക്ഷിച്ചു. സ്വതന്ത്രമായി ജോലി ചെയ്യണം, അതാണ് എനിക്കിഷ്ടം. അതിരിക്കട്ടെ, പ്രകൃതി രമണീയമായി മാടായിപ്പാറയിൽ താങ്കൾ എന്താണ് അന്വേഷിക്കുന്നത്? താങ്കൾ പറഞ്ഞ് ശരിയാണ്. മാടായിപ്പാറ പ്രകൃതി രമണീയം തന്നെ.
ഓരോ കാലത്തും വ്യത്യസ്തമായ രൂപവും ഭാവമാണ് ഈ സ്ഥലം. ഞാൻ ഫോട്ടോകൾ കണ്ടിട്ടുണ്ട്. പച്ച പുതച്ചു കിടക്കുന്ന പാറ, പിന്നൊരിക്കൽ ഉണങ്ങിയ പുല്ലുകൾ, മറ്റൊരിക്കൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. എത്ര മനോഹരമാണ് ആ ദൃശ്യങ്ങൾ. അതോടൊപ്പം വലിയ ചരിത്രകഥകളും പറയാനുണ്ട് ഈ സ്ഥലത്ത്. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. ഇതിനടുത്താണ് മാടായിക്കാവ്. നമുക്ക് അങ്ങോട്ട് പോകണം. വേണ്ട, ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണ്ട, മറ്റൊരവസരത്തിലാവട്ടെ. ഓ, ഞാനത് ചോദിക്കാൻ മറന്നു. എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ശബരിമാഷ് ക്രിസ്ത്യൻ മിഷണറിമാരെ കുറിച്ച് ഒരു ഫോട്ടോ ഫീച്ചർ ചെയ്തിരുന്നില്ലേ? അതെ, അത് 2 വർഷം മുമ്പാണ്. ഒരുവിധം നന്നായി തന്നെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്താ ഇനി പ്രോബ്ലം? ഹേയ്, പ്രോബ്ലം ഒന്നുമില്ല. ആ ചിത്രങ്ങൾ എനിക്കൊന്ന് കാണണം, പ്രത്യേകിച്ച് ഫാദർ ടഫ്രേലിൻ്റെ. ഓ, താങ്കളുടെ വിഷയം ടഫ്രേൽ അച്ഛനാണല്ലോ. അതെ, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷമേ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങും. ഞാൻ സഹായിക്കാം. ആട്ടെ, എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ പരിസരത്ത് സ്വസ്ഥമായൊരു സ്ഥലം വേണം. ഇവിടെ അടുത്ത് നല്ലൊരു ലോഡ്ജുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, ആയിക്കോട്ടെ. ഇതൊരു നല്ല പ്ലേസ് ആണല്ലോ മാഷേ, കൊള്ളാലോ. അറിയില്ലേ, നമ്മുടെ മലയാള ചെറുകഥയുടെ പിതാവ് കേസരി നായനാരുടെ തറവാടുന്ന സ്ഥലമാണിത്. അപ്പോൾ ഒരുപാട് കഥകൾ ഉറങ്ങുന്ന മണ്ണാണ്. തീർച്ചയായും. നമസ്കാരം മാഷേ. നമസ്കാരം. ഞങ്ങളൊക്കെ മറന്നുല്ലേ? ഇല്ല, അതുകൊണ്ടാണല്ലോ വന്നത്. ഓ, എനിക്കൊരു റൂം വേണം. തരാലോ, എത്ര വേണേലും തരാം. ഡബിളോ സിംഗിളോ? സിംഗിൾ മതി. പോരാ, ഡബിൾ ഇരിക്കട്ടെ, ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കാലോ. ആയിക്കോട്ടെ. ഇതാരാ സാറിന്റെ ഫ്രണ്ടാ? അറിയില്ലേ, വിമൽ വിക്ടർ, സംവിധായകനാ. ഏത് പടത്തിന്റെ? പടത്തിന്റെ അല്ല, ഡോക്യുമെന്ററിയുടെ. നീ ആ താക്കോലിങ്ങെടുത്തേ. നാളെ എന്നെ ഒരല്പം നേരത്തെ വിളിക്കണം. എത്ര മണിക്ക് സാർ? ഒരു 6 മണി. ഓക്കെ. അപ്പോൾ ശരി. ഹായ് ശബരിമാഷേ, ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. വെറുതെ പറയല്ലേ വിമലേ. അല്ലെന്നേ, ഞാൻ എണീറ്റായിരുന്നു. അതെ, ഒന്ന് ഫ്രഷായിട്ട് വീട്ടിലോട്ട് വരാം. ആ വഴിയൊന്ന് പറഞ്ഞേ. നേരെ ഒരു ഓട്ടോ പിടിക്കുക, എന്നിട്ട് ആ മൊബൈൽ ഫോൺ അയാളുടെ കയ്യിൽ കൊടുക്കുക. വഴി ഞാൻ അയാളോട് പറഞ്ഞോളാം. എന്തേ? എങ്കിൽ അങ്ങനെ ആവട്ടെ. ഗുഡ് മോർണിംഗ്. വരണം വരണം, എൻ്റെ കൂടാരത്തിലേക്ക് സ്വാഗതം. കൊള്ളാലോ മാഷേ. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? മാതൃഭൂമിക്ക് വേണ്ടിയാ. അത് ശരി. കുടുംബം? ഭാര്യ ജോലിക്ക് പോയി, മോള് കോളേജിലും. ഷോ, അവരെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. കഷ്ടമായിപ്പോയി. അതിനിയും സമയമുണ്ടല്ലോ. മാഷിൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ എനിക്കൊന്ന് റെഫർ ചെയ്യാൻ തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? തീർച്ചയായും. ഉള്ളതൊക്കെ ഞാൻ പൊടി തട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നിമിഷം. ഇതൊന്നും ഇനി കിട്ടില്ല. അതുകൊണ്ട് കൈമോശം വന്ന് പോകരുത്.
എന്ത് പറച്ചില്ല മാഷേ ഇത്? ചരിത്രരേഖകളുടെ വിലയൊക്കെ എനിക്കും അറിയാം. അറിഞ്ഞാ നല്ലത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ മാഷേ? ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ആരാ? അൽഫോൻസ. ഇവിടുത്തെ കോളേജിലെ ഗസ്റ്റ് ലെക്ചറാ. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. ഏതാണ്ട് ഇതേ ഏരിയ തന്നെയാണ് അയാളുടെയും റിസർച്ച്. അത് കൊള്ളാലോ മാഷേ. ആളിപ്പോൾ എവിടെ കാണും? വാ പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ വിമൽ. ഹലോ. ഹലോ, ഇരിക്കൂ. താങ്ക്സ്. എന്നെ ഒന്ന് സഹായിക്കണം. തീർച്ചയായും. മിഷനറിമാരുടെ മലബാറിലെ സംഭവങ്ങളെക്കുറിച്ച് അൽഫോൻസിന്റെ പഠനം കാലം ആവശ്യപ്പെടുന്നു തന്നെയാണ്. ഒരു എളിയ ശ്രമം നടത്തുന്നുവെന്നേ ഉള്ളൂ. അതൊരു വലിയ കാര്യം തന്നെയല്ലേ? അറിയുന്ന കാര്യങ്ങൾ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം. ഷുവർ. വിദേശികളോടൊപ്പം സ്വദേശികളായ മിഷണറിമാരും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ടഫറേൽ അച്ഛനെ കുറിച്ചാണ് ഡോക്യുമെന്ററി ചെയ്യുന്നത്. വളരെ നല്ലത്. എന്നാൽ വിദേശിയായ ഫാദർ കെയ്റോണിയും സ്വദേശിയായ ഫാദർ സെക്വേരിയും തുടങ്ങിവെച്ച സംരംഭം ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയാണ് ഫാദർ ടഫറേൽ ചെയ്തിട്ടുള്ളത്. അത് ശരിയാ. ടഫറേൽ അച്ഛന് മുമ്പുള്ള മിഷണറിമാരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും വിമലിന് സഹായമാകും. തീർച്ചയായും. 80 വർഷങ്ങൾക്ക് മുൻപാണ് ഫാദർ പീറ്റർ കെയ്റോണി ഇവിടെ എത്തുന്നത്. 1935 ചെറുകുന്നം താവും പ്രദേശത്തല്ലേ? ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. ജന്മിമാരുടെയും പ്രമാണിമാരുടെയും പണിയാളന്മാരായി കേവലം അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്കാണ് ഫാദർ പീറ്റർ കെയ്റോണി കടന്നുവരുന്നത്. ഈശോ സഭാ വൈദികരുടെ ത്യാഗപൂർണമായ സേവനവും ലളിതമായ ജീവിത രീതിയും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. 1938 ഒക്ടോബർ 28 അവിടെ ആദ്യമായി ദളിതരെ മതപരിവർത്തനം നടത്തിയത്. ഈ മതപരിവർത്തനം എന്ന വാക്ക് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ദളിതരായ അന്നത്തെ മനുഷ്യര് ഒരു മതത്തിന്റെയും ഭാഗമായിരുന്നില്ല. വിമൽ പറഞ്ഞത് ശരിയാണ്. ഒരു മതത്തിന്റെയും ഭാഗമല്ലാത്ത ആ മനുഷ്യർ ക്രിസ്തു മതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. സ്ത്രീകളും പുരുഷന്മാരുമായ 12 പേർക്കാണ് ഫാദർ പീറ്റർ കെയ്റോണി മാമോദിസ നൽകിയത്. അതിനുശേഷമാണല്ലോ തൊട്ടടുത്ത പ്രദേശമായ മാട്ടൂൽ മിഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. വിമൽ സാറിന് ഫാദർ ടഫ്രേലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാനൊരു പുസ്തകം ശബരി സാറിനെ ഏൽപ്പിക്കാം. വളരെ ഉപകാരം. പിന്നെ കൊട്ടുകപ്പാറയിൽ ചെന്ന് അച്ഛന്റെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച ശേഷം തുടങ്ങുകയാണ് ഉചിതം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ശരി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് വിമൽ. ഞാനിവിടെ ആദ്യമായിട്ടാണ്. ടഫറേൽ അച്ഛനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി. ഓ എസ് വിമൽ. പിതാവിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അച്ഛൻ്റെ സന്നിധി വന്ന് ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. കൊള്ളാം, നല്ല കാര്യം. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ശരി അച്ഛാ.
വരൂ. ഇതാണല്ലേ അച്ഛൻ്റെ പള്ളിമുറി? അതെ, ടഫ്രേലച്ചൻ തന്നെ പണിതാണ്. ഓ, അത് ശരി. ഇരിക്കൂ. താങ്ക് യു. ജോസേട്ടാ, 2 ചായ എടുത്തേ. ആ, എന്തൊക്കെയാണ് ഇവിടെ ചിത്രീകരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇപ്പോഴൊന്നുമില്ല. അതെന്താ? അച്ഛനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അച്ഛൻ്റെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ചിലരെ കണ്ട് നേരിൽ സംസാരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. വിമൽ, ചായ കുടിക്കൂ. താങ്ക് യു. അങ്ങനെയെങ്കിൽ നമുക്കൊരാളെ കാണാം, ഒരു തോമസ്. നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. തോമസേ, കാര്യമായിട്ടാണല്ലോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, ഇത് വിമൽ. ഞാനിന്നലെ പറഞ്ഞില്ലേ? നമസ്കാരം. ഹലോ, എൻ്റെ പേര് തോമസ്. ആ, അതെ. അകത്തോട്ടിരിക്കാം. വേണ്ട, ആ കസേര ഇങ്ങോട്ട് എടുത്താൽ മതി. ഇവിടെ നല്ല കാറ്റല്ലേ. ആ, ഇങ്ങതാ. മതി മതി മതി. ഇരുന്നാട്ടെ. ഇരിക്കൂ. താങ്ക് യു. തോമസേ, ടഫ്രേലച്ചനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഈ സാറിനൊന്ന് പറഞ്ഞു കൊടുക്ക്. അച്ഛനിവിടെ ഈ മലഞ്ചെരുവിൽ എങ്ങനെയാണ് വന്നുപെട്ടത്? അതിന് അരനൂറ്റാണ്ടിലേറെ കാലത്തെ ചരിത്രമുണ്ട് സാറേ. 1959 വിമോചന സമരകാലത്ത് ഇവിടുത്തെ സവർണ ക്രിസ്ത്യാനികളിൽ നിന്ന് ദളിത് ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ തിരുവിതാംകൂറിൽ നിന്ന് വന്ന് കുടിയേറി പാർത്തവരല്ലേ? കുടിയേറ്റ മേഖലയെന്ന് തന്നെയാണ് ഇതറിയപ്പെടുന്നത്. ഞങ്ങൾ ചേരമർ ക്രിസ്ത്യാനികളെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് ടഫ്രേലച്ചൻ്റെ വരവിനെക്കുറിച്ചാണ്. ഹോ, ഈ തോമസ് ഇങ്ങനെയാ. ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ ഒരവസാനവും ഇല്ല. അച്ചോ, ഞങ്ങളുടെ സമുദായം അത്രയ്ക്ക് പീഡനങ്ങൾ അനുഭവിച്ചവരാ. ആ കാലത്താണ് വരയംകുന്നേലച്ചൻ ടഫ്രേലച്ചനെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നത്. ആ സമയത്ത് ടഫ്രേലച്ചൻ തലശ്ശേരി ചാലിലിടവകയിലായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. ഞങ്ങളിൽ കുറേ പേർ തലശ്ശേരി ചാലിൽ ചെന്ന് ടഫ്രേലച്ചനെ കണ്ട് സങ്കടം പറഞ്ഞു. അത് കേട്ട് അച്ഛൻ്റെ മനസ്സലിഞ്ഞു. അച്ഛൻ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞാനത് ഇപ്പോഴും ഓർക്കുന്നു. തോമസ്, ഇമോഷണൽ ആവണ്ട. ഞാനെന്നാ പിന്നീട് വരാം. സാർ, പോകുന്നതിന് മുമ്പ് ഇതുകൂടി കേട്ടിട്ട് പോകണം. എന്താണ് തോമസേ? ടഫ്രേലച്ചൻ്റെ കബറിടത്തിൽ ചെന്ന് മാധ്യസ്ഥം പ്രാർത്ഥിച്ചതിനാൽ ക്യാൻസർ രോഗം സുഖപ്പെട്ടതായി ഒരാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. തോമസ് പറഞ്ഞത് ശരിയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും അച്ഛൻ്റെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. അപ്പോഴാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. സുഖം പ്രാപിച്ച വ്യക്തി ഇപ്പോൾ എവിടെയുണ്ട്? അവർ തലശ്ശേരിക്കാരാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയവരാണ്. എങ്കിൽ അവരെ ഒന്ന് കാണണമല്ലോ. അത് നന്നായിരിക്കും വിമലേ. എങ്കിൽ നമുക്കിറങ്ങിയാലോ? എന്നാ വരട്ടെ തോമസ്. ശരി സർ. ശരി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ സാറേ വേണ്ടേ? ഒരു ലെമൺ ടീ. ആ ശരി. നമസ്കാരം. ആ വിമലേ, ഈ മഹാമനസ്കതയ്ക്ക് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. കടപ്പാടൊന്നും വേണ്ട, കാര്യം പറ. പോയിട്ട് എന്തു തോന്നി? ശരിക്കും ഒരു പുണ്യസ്ഥലം. നന്നായി, അത് ബോധ്യപ്പെട്ടല്ലോ. അതാണ് പ്രാർത്ഥനയുടെ ബലം. നാളെ എന്താ പരിപാടി? നമുക്ക് തലശ്ശേരി വരെ ഒന്ന് പോയാലോ? നാളെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. മാതൃരാജ് പത്രത്തിൻ്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്.
ആട്ടെ, എന്താ കാര്യം? ടഫറേലച്ചൻ്റെ കബറിടത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി രോഗസൗഖ്യം പ്രാപിച്ച ഒരു കുടുംബത്തെ കാണാനായിരുന്നു. അതെനിക്ക് പുതിയൊരു അറിവാണല്ലോ. വിമല് പോയിട്ട് വാ. എന്തായാലും കൃത്യസമയത്ത് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഈ വലിയ മനസ്സിനെ ആദരിച്ചേ പറ്റൂ. അതാണ് ഉത്തരവാദിത്വം. പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞാടന്റെ കാര്യം ഞാനല്ലാതെ വേറെ ആര് നോക്കാൻ? എങ്കിൽ പിന്നെ കുഞ്ഞാടിന്റെ വക ശുഭരാത്രി. ആയിക്കോട്ടെ. ജീവിത ചെയ്തികളെല്ലാം വിപ്ലവമാക്കിയ കത്തന കാക്കി കത്തന. ജീവിത ചെയ്തികളെല്ലാം വിപ്ലവ